അഖിലേട്ടൻ സാബിച്ചേട്ടൻ മണ്ണൻ നടക്കുന്നത് ഒരു സന്തോഷം മാത്രം. ഞാൻ പറഞ്ഞു സന്തോഷം, ഇവിടെ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. എനിക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ വലിയൊരു കാര്യം. എന്നെപ്പോലെ ഒരാൾക്ക് ലൈക്ക് ഞാൻ കുറേ ട്രൈ ചെയ്ത് കിട്ടിയതാണ്. അപ്പം ഇത്ര എത്തി തന്നെ ഭയങ്കര ബോണസ് പോലെ തന്നെ പ്രൗഡ്. ചില സമയത്ത് ബിഗ് ബോസ് വിന്നർ അർജുൻ ആണെന്നുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നു, അതൊക്കെ കണ്ടായിരുന്നു? ഇല്ല, ഞാനിപ്പോൾ എനിക്ക് ഇന്നലെ ഫോണൊക്കെ ഓണായി വന്നത്. ഞാൻ എൻ്റെ കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എല്ലാം നോക്കി, അല്ലാതെ ഞാൻ വേറെ ഒന്നും നോക്കില്ല. പിന്നെ നോറയുടെ ഒക്കെ നല്ലതെന്ന് പറഞ്ഞു, അത് കുറച്ച് വീഡിയോസ് കണ്ടു. പിന്നെ അപ്പനെ അമ്മ വിളിച്ചു, വേറെ പിന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ കുറെ തുണിയൊക്കെ പാക്ക് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ അർജുനാണെങ്കിൽ ഏറ്റവും അടുത്ത് ഇപ്പൊ സിനിമയിലൊരു അവസരം, അതാണ് ഏറ്റവും അതാണ് എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. എൻ്റെ ഡ്രീം അതായിരുന്നു, ടു ബിക്കം ആൻ ആക്ടർ എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അതിൻ്റെ ഒരു ഫേസ് ആയിരുന്നു ബിഗ് ബോസ്. ബിഗ് ബോസ് ഒന്ന് ടൈറ്റിൽ അടിക്കുക, ലൈക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇത്ര എത്തുമെന്ന് വിചാരിച്ചാൽ ഞാനെന്നാണ് പേഴ്സണാലിറ്റിയാണ്, ഞാനെന്താ വ്യക്തി എന്നാണ് ആർക്കും അറിയില്ല. കുറേ നേരം ഇൻസ്റ്റാഗ്രാമിൽ കയറി കാണിച്ചിരുന്ന ആരും കാണുന്നില്ല, വേറെ ഓഡിഷൻ പോയിട്ടൊന്നും കിട്ടിയില്ല. ഇത് ഞാൻ കുറേ ട്രൈ ചെയ്തു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ എന്താണ് ഷോക്കേസ് ചെയ്യാൻ പറ്റും തോന്നി, അത് കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് ഒരു ഓഡിഷൻ പോലെ വന്നു. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ടു ബിക്കം ആൻ ആക്ടർ. എൻ്റെ തിയേറ്ററിൻ്റെ അടുത്തൊരു ഫ്ലെക്സ് പോസ്റ്റർ ആണെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പം ദൈവം അനുഗ്രഹിച്ച് കിട്ടി. ഈ അർജുന്റെ യാത്രയിൽ ശ്രീധുവിന് ഒരു നല്ലൊരു പങ്ക്. ശ്രീധുവിനെ കുറിച്ച് എന്തെങ്കിലും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ലൈക്ക് എൻ്റെ ജേർണിയിൽ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ ഞാൻ എപ്പോഴും പറഞ്ഞു, എൻ്റെ ജേർണിയിൽ അപ്സ് ആൻഡ് ഡൗൺസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ. ശ്രീധു മാത്രമല്ല, സിജു ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എനിക്ക് അവിടെ എല്ലാവർക്കും ഒരു എല്ലാവരോടും ഞാൻ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീധു സ്പെഷ്യൽ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ അല്ല, അർജുനും ശ്രീധുമായിട്ടുള്ള ചെറിയ ചെറിയ മുഹൂർത്തങ്ങളൊക്കെ പുറത്ത് ഞാൻ ആക്ച്വലി ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പോഴാണ് എനിക്ക് കുറെ കാര്യങ്ങൾ സ്കീ എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അപ്പോൾ അവർ വന്നപ്പോഴാണ് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇത്രയും വീഡിയോ ഞാൻ ഇന്ന് കുറേ വീഡിയോസ് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ വീഡിയോസ് കണ്ടു, രസമുണ്ട്. ഇറങ്ങിയതിനു ശേഷം ശ്രീധുവായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും സംസാരിക്കുകയോ? അങ്ങ് സംസാരിച്ചു. എനിക്കിപ്പം റീൽസ് അയച്ചു തന്നായിരുന്നു, റീൽസ് കണ്ടു. കുറച്ച് എനിക്ക് കിട്ടിയില്ല, ഫോൺ ഹാങ് ആയിപ്പോയി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. രണ്ട് സൈഡിൽ ഇപ്പൊ